ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലെയും പലസ്തീൻകാരുടെ മൊബൈൽ ഫോണുകൾ ചോർത്തിയ സംഭവത്തിൽ ഇസ്രയേൽ സൈന്യത്തിന് നൽകിവരുന്ന ചില സേവനങ്ങൾ റദ്ദാക്കി മൈക്രോസോഫ്റ്റ്. പലസ്തീൻകാരുടെ ഫോൺ സന്ദേശങ്ങളുടെ ഡേറ്റ മൈക്രോസോഫ്റ്റിന്റെ അഷർ സോഫ്റ്റ്വെയറും എഐയും ഉപയോഗിച്ചാണ് ശേഖരിച്ചത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പുറത്തു കൊണ്ടുവന്നത്. കമ്പനി നടത്തിയ അന്വേഷണത്തിൽ റിപ്പോർട്ട് ശരിയാണെന്ന് ബോധ്യമായതോടെയാണ് ഈ കടുത്ത നടപടി. ജനങ്ങളെ നിരീക്ഷിക്കാനും വിവരം ചോർത്താനും സാങ്കേതിക വിദ്യ നൽകില്ലെന്നും മൈക്രോസോഫ്റ്റ് പ്രസിഡന്റ് ബ്രാഡ് സ്മിത്ത് വ്യക്തമാക്കി. അതേസമയം ഇസ്രയേലിനുള്ള സൈബർ സുരക്ഷാ സേവനം തുടരും. ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമായി ദശലക്ഷക്കണക്കിന് പലസ്തീൻ പൗരന്മാരുടെ ഫോൺ കോളുകൾ നിരീക്ഷിക്കാൻ ഇസ്രയേൽ മൈക്രോസോഫ്റ്റിന്റെ അസൂർ ക്ലൗഡ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിരുന്നുവെന്ന് മുമ്പ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് മൈക്രോസോഫ്റ്റിന്റെ ഈ നടപടി. ഇസ്രയേൽ സൈന്യത്തിന് മൈക്രോസോഫ്റ്റ് നൽകുന്ന സേവനങ്ങളുടെ പേരിൽ പലസ്തീൻ അനുകൂല സംഘടനകൾ പ്രതിഷേധമുയർത്തിയിരുന്നു. കമ്പനി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രതിഷേധിച്ച ചില ജീവനക്കാരെ പിരിച്ചുവിടുകയും ചെയ്തു. അതേസമയം UN വേദിയിൽ ഗാസയിലെ സൈനിക നടപടി പൂർത്തിയാക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയിലെ സൈനിക നടപടി അവസാനിപ്പിക്കില്ലെന്നും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചുകൊണ്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ തീരുമാനം ഭ്രാന്താണെന്നുമാണ് നെതന്യാഹു പറഞ്ഞത്. UN പൊതുസഭയിൽ നെതന്യാഹു പ്രസംഗിക്കാൻ എത്തിയപ്പോൾ 50-ൽ അധികം രാജ്യങ്ങളിൽ നിന്നുള്ള 100-ലേറെ നയതന്ത്രജ്ഞർ പ്രതിഷേധ സൂചകമായി ഇറങ്ങിപ്പോവുകയായിരുന്നു. പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള UK, ഫ്രാൻസ്, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളുടെ തീരുമാനത്തെ നെതന്യാഹു ശക്തമായി വിമർശിച്ചു. ഞങ്ങളത് ചെയ്യില്ല. ഒക്ടോബർ 7-ലെ ആക്രമണത്തിന് ശേഷം പലസ്തീനികൾക്ക് ഒരു രാജ്യം നൽകുന്നത് അൽഖ്വയ്ദയ്ക്ക് ന്യൂയോർക്കിന് 1 മൈൽ അകലെ ഒരു രാജ്യം നൽകുന്നതിന് തുല്യമാണ്. ഇത്തരത്തിൽ നെതന്യാഹു സംസാരിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വ്യാപകമായ വിമർശനങ്ങളെ അവഗണിച്ച് ഗാസ സിറ്റിയിലെ ആക്രമണം തുടരുമെന്ന് തന്നെ നെതന്യാഹു പ്രഖ്യാപിച്ചു. ഹമാസിന്റെ ശേഷിക്കുന്ന സൈനികർ ഗാസയിൽ ഒളിച്ചിരിക്കുകയാണെന്നും ഒക്ടോബർ 7-ലെ ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഇസ്രയേൽ യുദ്ധം പൂർത്തിയാക്കണമെന്നും നെതന്യാഹു പറഞ്ഞു. അതേസമയം ഇസ്രയേൽ ഗാസയിൽ വംശഹത്യ നടത്തുകയാണെന്ന ആരോപണങ്ങളും നെതന്യാഹു നിഷേധിച്ചു. 193 UN അംഗങ്ങളിൽ 157 എണ്ണവും ഇപ്പോൾ പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നുണ്ട്. അതേസമയം വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള നെതന്യാഹുവിന്റെ തീരുമാനത്തെ താൻ തടയുമെന്ന് അറിയിച്ചിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ താൻ ഇസ്രയേലിനെ അനുവദിക്കില്ലെന്നും അത് ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു. നെതന്യാഹുവിന്റെ ഈ പരാമർശങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ തലേദിവസം ഗാസയിൽ 22-ലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഐക്യരാഷ്ട്രസഭയ്ക്കുള്ളിലെ കൂകിവിളിക്ക് പിന്നാലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ പുറത്തും പ്രതിഷേധം ശക്തമായിരുന്നു. UN-ൽ പ്രസംഗിക്കുന്നതിനിടെ ഗാസയിൽ ബന്ദികളാക്കിയ ഇസ്രയേലികളുടെ കുടുംബങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ബന്ദികളെ മോചിപ്പിക്കണമെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. നെതന്യാഹുവിനെയും അദ്ദേഹത്തിന്റെ സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ആ പ്രതിഷേധം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.